ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വീണാസ് വൈറ്റി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലും രുചികരവുമായി എങ്ങനെ രസം തയ്യാറാക്കാം എന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ തന്നെ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ വേഗം തന്നെ എങ്ങനെയാണ് തയ്യാറാക്കണേ എന്ന് നോക്കാം അല്ലേ. അതിലേക്ക് ആദ്യം നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് എടുത്തിട്ടുണ്ട്, അത് ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുക. ഇതിലേക്ക് 5-6 ഉലുവ ചേർക്കുക. അതുപോലെ 1 വറ്റൽമുളക് ചേർക്കുക. ഇനി ഇത് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാൻ. ഇതുപോലെ തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കേണ്ടത്. ജാറിലേക്ക് 4-5 ഞാനിവിടെ 4 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി ചേർക്കുക. അതോടൊപ്പം ഒരു പച്ചമുളക് ചേർക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടി ചെറുതായി ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരുപാട് പേസ്റ്റ് ആവരുത്. ഇതോടൊപ്പം തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയിടുക. ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 കഷ്ണം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് നന്നായി വറുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യം പൊടിച്ച് മാറ്റി വെച്ച കൂട്ട് ചേർക്കേണ്ടതാണ്. ഇത് നന്നായി ഇളക്കി ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായി ഇളക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. മണം മാറുന്നതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുക. തൊലി കളഞ്ഞു വെച്ച ഒരു തക്കാളി ചേർക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പുളിവെള്ളം ചേർക്കുക. പുളിവെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുളി ഒഴിക്കലും ചേർക്കരുത്. പുളിയുടെ വെള്ളം മാത്രം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ 3-4 മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായി മൂടി വയ്ക്കുക. ഇതുപോലെ തിള വരുമ്പോൾ നന്നായി ഇളക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ മീഡിയത്തിൽ വെച്ച് വേണം തിളപ്പിക്കാൻ. ഇനി ഒന്നുകൂടെ ഇത് തിളപ്പിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടമായ രസം തയ്യാർ. ഇത് മാത്രം മതി നമുക്ക് ഒരു കലം ചോറ് കാലിയാക്കാൻ. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ശുഭദിനം.